അന്തിമ യുദ്ധത്തിന് തയ്യാറെടുത്ത് ഇറാൻ. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇറാൻ. ലേസർ സാങ്കേതിക സംവിധാനമുള്ള സെറാജ് എയർ ഡിഫൻസ് സിസ്റ്റം ഇറാൻ വിന്യസിച്ചു കഴിഞ്ഞു. കൂടാതെ 1000-ഓളം അത്യാധുനിക ഡ്രോണുകളും ഇറാൻ സൈന്യം പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. ശക്തമായ സൈനിക പരിശീലനങ്ങൾ ആണവ കേന്ദ്രങ്ങൾക്കടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് ഇറാൻ കരുതുന്നു. ഇറാന്റെ നതാൻസ് അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾക്കടുത്താണ് പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിയൻ എയർഫോഴ്സും എന്ത് വില കൊടുത്തും ആണവ കേന്ദ്രങ്ങൾ പ്രതിരോധിക്കാനുള്ള പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങളായ ഫോർദോ, ഖൊന്ദാബ് എന്നിവിടങ്ങളിൽ പരിശീലനം നടക്കുന്നതായി സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അമേരിക്കൻ പടക്കപ്പലായ ഹാരി ട്രൂമാനെതിരെ ആക്രമണം അഴിച്ചുവിടുകയും കപ്പൽ വടക്കു ഭാഗത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇറാൻ കഴിഞ്ഞ ദിവസം തങ്ങളുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയിരുന്നു. അതേസമയം ഇറാൻ റഷ്യയുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടകൻ റഷ്യയിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഒരേ സമയം തന്നെ ഇറാൻ പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയും പൂർണ്ണ യുദ്ധത്തിന് പരിശീലനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആണവ നയത്തിൽ റഷ്യയുടെ പിന്തുണ ഉറപ്പാക്കാനും ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ എയർ ഡിഫൻസ് സിസ്റ്റം ഇറാനിലെത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗം കരുതുന്നത് റഷ്യ ഇറാന് ആണവ രഹസ്യങ്ങൾ കൈമാറിയേക്കാം എന്നാണ്. ഇറാനിയൻ ശാസ്ത്രജ്ഞന്മാർ റഷ്യൻ ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ ഡ്രോണുകളും മിസൈലുകളും റഷ്യയ്ക്ക് നൽകിയിരുന്നു. പതിറ്റാണ്ടുകളായി ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധം ശക്തമാവുകയാണ്.